അങ്ങനെ ഇതാ ലോട്ടസ് ബിസ്കോഫിന്റെ സ്പ്രെഡ് എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് നമ്മൾ ഉള്ളിൽ 2 ലെയറിലും കൂടി 9 ബിസ്ക്കറ്റാണ് കേട്ടോ ഫില്ലിങ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ കട്ടായി പോയിരുന്നു, അന്നേരം സ്പേസ് ഫുള്ളായത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കാണുന്നത്. അങ്ങനത്തെ നമ്മൾ അതിനകത്തുനിന്ന് സ്പ്രെഡ് എല്ലാം ഒഴിച്ച് അടിപൊളിയാക്കി അതിൻ്റെ മുകളിൽ ഒരു ലൈൻസും ഒക്കെ കൊടുത്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കേട്ടോ. അങ്ങനത്തെ ഈ ഒരു ഡിസൈനും ഒക്കെ ചെയ്തിട്ട് ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ബിസ്ക്കറ്റ് നിരത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 700 രൂപയുടെ ഒരു സ്പ്രെഡും 400 രൂപയുടെ, അതായത് 390 സംതിങ് രൂപയുടെ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ട് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന 4 ബിസ്ക്കറ്റാണ്. പിന്നെ ദാ ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് തോന്നുന്നു, ഏറ്റവും അവസാനം ഒരെണ്ണം കിടപ്പുണ്ട്. ഒരു കേക്ക് നമുക്ക് വീട്ടിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളല്ലാത്ത രീതിയിലൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഇതിലും കൂടുതൽ സാധനങ്ങൾ ബാക്കി നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, കസ്റ്റമർ അവർക്ക് അടിപൊളിയായിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ആക്കി ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എന്താണെന്ന് അറിയാവാ, ഈ 4 കേക്ക് കസ്റ്റമർ വീട്ടിൽ കൊണ്ടുള്ള ഒരു കേക്കായിരുന്നു ഈ ലോട്ടസിൻ്റെ. ഒരു പീസ് പോലും അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. അതിൻ്റെ റിവ്യൂ അവർ കഴിച്ചവർ നല്ലതാണെന്ന് പറഞ്ഞ് ഒരു ബിസ്ക്കറ്റ് അവർക്ക് കിട്ടി, അത്ര റിവ്യൂ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു, ബൈ.